ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് കറൻ്റ്ലി സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ബ്രേക്കപ്പിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ്, അവർക്ക് അതുപോലെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Champion of Pentacles, Justice, Oracle of Swords, Devil, Elder of Pentacles, Six of Cups, Six of Wands, Nine of Swords, Strength, Oracle of Wands, Apprentice of Wands, the Moon, Ace of Wands, Six of Pentacles, or എനർജി കൂടി എടുക്കാം. Ace of Swords. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലെല്ലാം ഈ ഒരു വ്യക്തി നല്ലതുപോലെ മുന്നോട്ട് പോകുന്നുണ്ടാവാം. ഒരുപാടൊരു സ്ട്രഗിളിന് ശേഷം അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവരുടെ കരിയർ അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പതിയെ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൈവരുന്ന ഒരു സമയമായിരിക്കും. അതായത് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഗ്രാജ്വലി പ്രോഗ്രസ് ഉണ്ടായി വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സൈഡിലെല്ലാം അവരുടെ ലൈഫിൽ ചേഞ്ചസ് കടന്നു വരുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒരു പ്രോഗ്രസ്സിങ് കാര്യങ്ങളൊക്കെ വന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവരുടെ ജസ്റ്റ് ഒരു സിറ്റുവേഷനാണ്, നിങ്ങളോടുള്ളൊരു ഫീലിംഗ് പോലും അല്ല നമ്മൾ ഈ ഒരു സ്പ്രെഡിനകത്ത് എടുത്തിരിക്കുന്ന സിറ്റുവേഷനാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനകത്ത് പോലും ഈ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്ത്, ആ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നതായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ട് വളരെയധികം ഡൗൺ ആവുന്നതായിട്ടും നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ലീഗലി ഉള്ള വല്ല കാര്യങ്ങളിലും കൂടി കടന്നു പോകുന്ന ഒരു സമയം കൂടി ആയിരിക്കും. അത് ചിലപ്പം അവരുടെ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ ഒരു സ്ട്രഗിളിൽ നിന്ന് പതിയെ പതിയെ ഗ്രാജ്വലി ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ അവർക്ക് ഉണ്ടായി വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർക്ക് വളരെയധികം ഉള്ളിൽ ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്ന പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനാണ് എടുക്കുന്നതെങ്കിൽ കൂടിയും ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഇല്ലാതെ വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ഒരു പെയിൻ കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് ഉണ്ടാവണമെന്നില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അവരുടെ ലൈഫിൽ അവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്നൊരു സമയം, അല്ലെങ്കിൽ പബ്ലിക് റെക്കഗ്നീഷനൊക്കെ കിട്ടുന്ന ഒരു സമയമൊക്കെയാണ്. പതിയെ പതിയെ കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അവിടെയും നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പാസ്റ്റിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർക്കൊരു സ്വസ്ഥതയും സമാധാനം ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം. അവരാകെ മാനസികമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. ചിലപ്പോൾ അത് അവർ ആരോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്കൊരു വിക്ടറി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ അത് കാണാൻ അല്ലെങ്കിൽ അത് പറയാൻ നമുക്ക്
വേണ്ടപ്പെട്ടവരും കൂടി അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ചില വിക്ടറിയൊക്കെ നമുക്ക് വളരെയധികം അൺഡിസേർവ്ഡ് ആയിട്ട് തോന്നും. കാരണം നമ്മൾ ഒരു വ്യക്തിയെ അതൊക്കെ അറിയിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളൊരു ഫേസിൽ ഈ ഒരു പേഴ്സൺ പതിയെ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇവിടെ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു ശൂന്യത നല്ലതുപോലെ ഈ ഒരു പേഴ്സണ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ അവർ ആ ഒരു പെയിൻ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു, ഹീൽ ആവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ ആ ഒരു മൈൻഡിനെ തൃപ്തിപ്പെടുത്താൻ, സമാധാനപ്പെടുത്താനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് മൈൻഡിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഒരു ക്ലാരിറ്റി വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിനകത്ത് അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു മെൻ്റൽ സ്റ്റക്നെസ്സും കൂടി ആയിരിക്കും. അതിപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനകത്ത് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ആ ഒരു സ്റ്റക്നെസ് അവർക്കുണ്ടാവാം. ചിലവരാണെന്നുണ്ടെങ്കിൽ അഡിക്ഷൻ പോലെയുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന വ്യക്തികളുണ്ട്. അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റക്നെസ്സും ഇവർക്കൊരു ഇംബാലൻസ് കൊടുക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡെവിൾ എനർജി അതുപോലെ മൂൺ എനർജി, രണ്ട് മേജർ ആർക്കാന കാർഡ്സ് തന്നെയാണ്. ഇതിൻ്റെ ഒരു വളരെ ഒരു ശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഒരു മെൻ്റൽ സ്റ്റക്നെസ് കൊടുക്കുക, ആങ്സൈറ്റി, ഫിയർ, ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു ആക്ഷൻ എടുക്കാൻ നേരത്ത് നമുക്ക് തന്നെ ഉണ്ടാകുന്ന ആ ഒരു ചാഞ്ചാട്ട മനോഭാവമൊക്കെ നമുക്കതിനകത്തൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ ഈ പേഴ്സൺ വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്നു, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വരാൻ നേരത്ത് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ഫാക്ടേഴ്സിൽ പെട്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവരുടെ ഒരു അതർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് വളരെ ഇമ്പ്രൂവ്മെൻറ്റ്, മാറ്റങ്ങൾ, ഗ്രാജ്വലി ചേഞ്ചസ്, പ്രോഗ്രസിങ് ഒക്കെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു ആ, എന്താ പറയുക, ഒരു സ്റ്റക്നെസ് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ചില കാര്യങ്ങളിലേക്ക് പോകുന്നിടത്ത് തടസ്സം നേരിടുക എന്ന് പറയാറില്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ അത് ചെയ്യാനായിട്ട് തുനിയുമ്പോൾ വേറെ നൂറുകണക്കിന് കാര്യങ്ങൾ വരിക, നമ്മളെ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക, നമുക്കൊരു തീരുമാനം എടുക്കാൻ നേരത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, തടസ്സങ്ങൾ കയറി വരിക എന്ന് പറയുന്ന പോലെയുള്ളൊരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ വളരെ താല്പര്യമുണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. അതായത് അതിനും ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം. ഇപ്പോൾ നേരത്തെയാണ് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ടൈമിലാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, കരിയർ, ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം. ഇപ്പോൾ ചിലവരെ നമ്മൾ പറയാറുണ്ട് അവർക്ക് ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ആ ഒരു റിലേഷൻഷിപ്പിനായിരിക്കും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. ചിലർ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ കാണുന്ന ആൾക്കാരുണ്ട്. ചിലർ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് മുൻഗണന കൊടുക്കും. അവരുടെ ഒരു പ്രാക്ടിക്കൽ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ പോയിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ പറഞ്ഞതുപോലെ അവരുടെ ജോലി, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നിലനിൽപ്പ്, ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കെല്ലാം പതിയെ അച്ചീവ് ചെയ്തെത്തുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് വിചാരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും, എനിക്കിതൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നായിരിക്കും. പക്ഷേ അവർ വിചാരിക്കുന്നത് പോലെയല്ല അവരുടെ ഒരു സിറ്റുവേഷൻ ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെയല്ല. എന്തെല്ലാം ഉണ്ടായിട്ടും അവർക്ക് ആ ഒരു കുറ്റബോധം, മാനസിക വിഷമം, ബുദ്ധിമുട്ട് എല്ലാം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ ഇടയിലും നിങ്ങളുടെ ആ ഒരു എനർജി, അല്ലെങ്കിൽ അവിടെയും നിങ്ങളുടെ ഒരു സാന്നിധ്യം കയറി വന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവരിവിടെ ആ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാനായിട്ട് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവരുടെ ഓവറോൾ ആയിട്ട് സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പതിയെ ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ പതിയെ മാറി വരുന്നതായിട്ട് അവർക്ക് തന്നെ തോന്നുന്നുണ്ടാവാം. ചിലപ്പോൾ പാസ്റ്റിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് സ്റ്റക്നെസ് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവൽ ചേഞ്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവർക്കൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു വ്യക്തി. ഒരു ആ ഒരു ലെവലിലേക്ക് ഇമ്പ്രൂവ് ആകുമ്പോൾ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും വളരെയധികം മാനസികമായിട്ട് തളർന്നു പോകുന്നുണ്ട്. അവർ തന്നെ ഒന്ന് ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ വീണ്ടും കൺഫ്യൂസ്ഡ് ആയി പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒരു
വീണ്ടും ആ ഒരു സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഓപ്പൺ ടോക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ അവർ ആഗ്രഹിക്കുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഡയറക്റ്റ്ലി തന്നെ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും, എന്താണ് അവരുടെ ഒരു മൈൻഡിലുള്ള ആ ഒരു തിങ്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ചാരിയറ്റ്, ഹൈ പ്രീസ്റ്റസ്, മജീഷ്യൻ, ടു ഓഫ് സോഡ്സ്, ലവേഴ്സ്, സ്ട്രെങ്ത്, the world, Ace of Pentacles, Ace of Wands. നമുക്ക് നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് വന്നിട്ടുള്ള പല കാർഡ്സും ഇവിടെ കയറി വന്നിട്ടുണ്ട്. 8 of Pentacles, 6 of Cups. ഇനി നമ്മൾ എടുക്കേണ്ട കാര്യത്തിൽ എടുത്ത അത്രയും കാർഡ്സിലും വളരെ സ്ട്രോങ് എനർജീസാണ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ അവരുടെ സിറ്റുവേഷൻ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അവരുടെ സിറ്റുവേഷൻ ആയിട്ട് പോലും അതിനകത്തും നിങ്ങളുടെ ആ ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു ശൂന്യത നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് അത്രയും ശരിവെക്കുന്ന രീതിയിൽ നമുക്ക് അവിടെ വന്നിട്ടുള്ള പല കാർഡ്സ് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രെങ്ത് എനർജി, അതുപോലെ ഏസ് ഓഫ് വാൺസ്, 6 ഓഫ് കപ്സ് എനർജീസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നുള്ളത് ആ ഒരു വ്യക്തിക്കറിയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്ന വളരെ ഈസിലി ഗോയിങ് ആയിട്ടുള്ളൊരു സംഭവമല്ല. ഇതിനകത്ത് തടസ്സങ്ങളുണ്ട്. പക്ഷേ ആ ഒരു തടസ്സങ്ങൾ മറികടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആ ഒരു വ്യക്തിക്കുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഫേസിൽ നിങ്ങളോട് അവരത് പ്രകടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വളരെ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ അവർക്ക് അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു വൈബ് അവർ വളരെയധികം ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവരുടെ ഒരു ഇന്നർ വോയിസ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മളായിട്ട് മനഃപൂർവ്വം വേണ്ടാന്ന് വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ മൈൻഡ് ചിലപ്പോൾ അതിന് സമ്മതിക്കാറില്ല. അതിങ്ങനെ തുടരെ തുടരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ വളരെ ഒരു സ്ട്രോങ് എനർജി ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളിൽ നിന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ മാനസികമായിട്ട് ഒരുപാട് നിങ്ങളോടൊരു കണക്ഷൻ അവർക്ക് തോന്നുന്നുണ്ട്. ഒരു സോൾ കണക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ആ ഒരു സംഭവമെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരോടും അവരത് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. ഈവൻ നിങ്ങളോട് പോലും ഇപ്പോൾ സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും ഒരു പിടികിട്ടുന്നുണ്ടാവില്ല. അതായത് ചിലവർ ഒരു തരത്തിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അവരുടെ ഒരു ഫീലിങ്സ് എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഓർക്കും എന്തൊരു ഹാർഡ് ഹേർട്ടഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അവർക്ക് ഒരു വികാരങ്ങളും ഇല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ചിലവർ ഈ പറഞ്ഞ പോലെ അവരുടെ മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ സമയമാവട്ടെ, അപ്പോൾ ഞാനത് പറയാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ ചാടിക്കയറി പറഞ്ഞാൽ ശരിയാവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അവരുടെ മനസ്സിനകത്ത് വളരെ ഡീപ്പായിട്ട് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഈ ഒരു പേഴ്സൺ പലപ്പോഴായിട്ട് ഓർക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒട്ടും വെയിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ്. സഡനായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്, അത് ഇങ്ങനെ വിട്ട് കളയേണ്ടത് ഒന്നല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക്
അത്രയേറെ ഒരു അട്രാക്ഷൻ, താല്പര്യം എല്ലാം നിങ്ങളോടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ചില കാര്യം നമ്മളൊന്ന് സ്റ്റക്കാവുക അല്ലെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക എന്ന് പറയുന്ന പോലെയുള്ളൊരു എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഒരു പാസ്റ്റ് വൂണ്ടായിരിക്കാം, ആങ്സൈറ്റി, ഫിയർ, ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിലുള്ള അവരോടൊപ്പം ഉള്ള വ്യക്തികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കാം. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ വളരെ തീവ്രമായിട്ട് നിങ്ങളോട് അട്രാക്റ്റഡ് ആവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ലോജിക് വൈസ് തിങ്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ചില സ്റ്റക്നെസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയെ ഒന്ന് അലട്ടുന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന തീവ്രമായിട്ടുള്ളൊരു എനർജി നമുക്ക് കാണാം. കാരണം അവരുടെ ഒരു ലൈഫ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പേര് തമ്മിൽ സെപ്പറേഷനിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളും കൊണ്ടായിരിക്കാം ഈഗോ ക്ലാഷസ് വരാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരാം, നമ്മളുടെ സാഹചര്യം മോശമാവുന്നത് കൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു മനസ്സിനൊന്ന് തയ്യാറെടുപ്പിക്കും. പ്രത്യേകിച്ച് ആരാണോ ആ ഒരു തീരുമാനം എടുക്കുന്നത് അവർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഈ ഇങ്ങനെയുള്ളൊരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാലും അത് ഫേസ് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കും. പക്ഷെ പോകെ പോകെയാണ് നമുക്ക് പല കാര്യങ്ങളും റിയലൈസ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചത്ര എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇന്നർ വോയിസ് അവർ ഒരുപാട് പ്രേരിപ്പിക്കുന്നുണ്ട്. ആ ഒരു ക്രേവിങ് അവർക്ക് നിങ്ങളോട് ഉണ്ടാവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല രീതിയിലുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റേതായിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മെൻ്റൽ സ്റ്റക്നെസ്സും ആവാം. കാരണം ചില കാര്യം ചെയ്യുന്ന നേരത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ന് പേടിക്കും, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി, ഫിയറും നമ്മളെ ചില കാര്യങ്ങളിൽ നിന്ന് പിന്നിലേക്ക് വലിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഡിലേ ഇടിക്കുന്നതൊക്കെ ചിലപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. എവിടെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും ഈ പേഴ്സൺ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. വീണ്ടും നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ആ ഒരു പേഴ്സൺ കൂടുതലായിട്ടും പാസ്റ്റിനെ കുറിച്ച് തന്നെ ഓർക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത്രയും സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് തന്നെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം നാളുകളായിട്ട് വിട്ടു നിൽക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയേറെ ഒരു മിസ്സിങ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു പാസ്റ്റിലുള്ള സംഗതികളും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള നല്ല മൊമെൻറ്റ്സ് ആയിരിക്കാം, അതെല്ലാം ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100/100 നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ള സ്ട്രോങ് ഡിസയറുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ അവരുടെ സിറ്റുവേഷൻ എടുത്തപ്പോൾ പറഞ്ഞാണ് പല കാര്യങ്ങളിലും അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അവരുടെ ഇപ്പോൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗ്രാജുവലി നല്ല രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടും അവർക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് നിങ്ങളില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങളും കൂടി വേണം എങ്കിലേ അവരുടെ ഒരു ലൈഫ് നമ്മളിവിടെ കണ്ടതുപോലെ ഫുൾഫിൽ ആവുമെന്നും ചിന്തിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എത്രത്തോളം ഈ ഒരു പേഴ്സൺ അവരുടെ നിങ്ങളോടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ ഉള്ളിൽ അടക്കി വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും അവർ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ചില കാര്യങ്ങളൊക്കെ അവരെ പിന്നിലേക്ക് വലിച്ചു കഴിഞ്ഞാലും അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അവരുടെ മനസ്സ് പ്രേരിപ്പിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ആ ഒരു തീർത്തും നോ കോൺടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്റ്റിലേക്ക് വരാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അതുകൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സണ് ഇത്രയധികം അവരുടെ ഒരു മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുഷ് ആൻഡ് പുൾ എനർജിയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇവിടെ ഒട്ടുമിക്ക സോഡിയാക് സൈൻസും വന്നിട്ടുണ്ടെങ്കിലും പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്. ക്യാൻസർ ആൻഡ് പൈസസ് ആണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏരീസ്, ലിയോ, സിജിറ്റേറിയസ് വന്നിട്ടുണ്ട്. ലിയോ ആണ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജി. അതുപോലെ തന്നെ അക്വേറിയസ്, ജെമിനായി എനർജീസ് വന്നിട്ടുണ്ട്. ടോറസ് ആൻഡ് വിർഗോ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 2, നമ്പർ 7, നമ്പർ 8, നമ്പർ 6 ആൻഡ് നമ്പർ 21. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിരിക്കും അകന്ന് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.